ആ വ്യക്തികളല്ലേ അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ പറ്റില്ലേ? അപ്പൊ തന്നെ മതം പറയാ ഞങ്ങൾ നമ്പർ പറ്റില്ലേ? കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എന്റെ അപ്പം മരിച്ചപ്പോ പോലും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഇതിൽ കാണുമ്പോ നമ്മുടെ ഷൈൻ ടോം ചാക്കോ നടി മെറീന വിഷയം അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ചോണ്ടിരിക്കുന്നത്. പലരും അറിഞ്ഞു കാണും സംഭവം. നാളെ റിലീസാകാൻ പോകുന്ന വിവേകാനന്ദ വൈറലാണെന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഷൈൻ ടോം ചാക്കോയും ഗ്രേസ് ആന്റണിയും പിന്നെ ഈ പറഞ്ഞ നടി മറീനയും മൂവീസ് വേൾഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? ഷൈൻ ടോം ചാക്കോ ഈ പറഞ്ഞ മറീനയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. മെറീനക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തിയപ്പോൾ മെറീന എന്താക്കുന്നു? ഇന്റർവ്യൂക്കിടയിൽ മയക്ക് ഇറങ്ങി പോരുന്നു അല്ലെ? ഇതാണ് സംഭവം. ഇനി ഈ സംഭവത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഇന്റർവ്യൂക്കിടെ ഒരു ഡിസ്കഷൻ വന്നു ഈ സിനിമാ സെറ്റിൽ ആൺ പെൺ വേർതിരിവിനെ കുറിച്ച്, അതല്ലെങ്കിൽ നടി നടന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വേർതിരിവിനെ കുറിച്ച്. പലപ്പോഴും അത് പലരും തുറന്നു പറഞ്ഞൊരു കാര്യമാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മെറീന തനിക്കുണ്ടായ 1-2 അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയുണ്ടായി. അതിൽ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് പുള്ളിക്കാരി ഏതോ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് പുള്ളിക്കാരിക്ക് സെറ്റിൽ വെച്ച് അങ്ങ് പനിച്ച് നല്ല പനിയായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ എന്താക്കി പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അങ്ങനെ അഡ്മിറ്റ് ആക്കി 2ാം നാൾ എന്താക്കി ഡയറക്ടർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നിട്ട് ഡിസ്ചാർജ് മേടിച്ചെടുത്ത് എന്നിട്ട് അത്രയും മോശം കണ്ടീഷനിൽ പോലും തന്നെ അഭിനയിപ്പിച്ചു എന്നുള്ളത്. അങ്ങനെ അഭിനയിപ്പിച്ചതിന് ശേഷം 6ാം നാൾ എന്താക്കി മെറീന പേയ്മെന്റ് ചോദിച്ചു. അപ്പൊ അതിന്റെ പേരും പറഞ്ഞ് ഡയറക്ടർ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത്. അപ്പൊ അന്നേരം മെറീനെ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഷൈൻ ടോമിനെ പോലെ ഒരാളായിരുന്നു അവിടെയെങ്കിൽ ഉറപ്പായും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത്. മെറീന എങ്ങനെ പറയുമ്പോൾ ഷൈൻ ടോം സൈഡിൽ നിന്ന് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. സ്വാഭാവികം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പുള്ളിക്കാർ പറഞ്ഞു. 2ാമത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. അവിടെ ആർട്ടിസ്റ്റുകൾ 2 മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ. അവർക്ക് ക്യാരവാൻ ഉണ്ട്. എനിക്കൊരു റൂം തന്നു. ബാത്റൂം എന്തുകൊണ്ട് അവര് താൻ മെയിൽ ആക്ടർ എന്ന് പറയുന്നു ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികളല്ലേ അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ ഇവർക്ക് നല്ല കാര്യം കൊടുക്കണം. അഖിലുണ്ട് അവിടെ നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അപ്പൊ തന്നെ മതം പറയാ ഞങ്ങൾ നമ്പർ പറ്റില്ലേ? അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ ഞാൻ അപ്പൊ ആ വ്യക്തികൾ 2 വ്യക്തികളുടെ പേര് പറ. ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചത് കാര്യം എല്ലാ വ്യക്തികളുടെ കാര്യം പേര് പറ. അത് അങ്ങനെ പറഞ്ഞു മെയിൻ എന്ന് പറയാൻ മെയിനാണല്ലേ. അപ്പൊ ആ വ്യക്തികളുടെ പേര് പറ. ഇതെന്തോന്ന് സംസാരാണടി? ഒരാളങ്ങ് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് തൊള്ളേ കയറി കസാരിട്ട് ചോദിക്കല്ലേ ആ വ്യക്തികളുടെ പേര് പറ, ആ വ്യക്തികളുടെ പേര് പറയുന്നു പറഞ്ഞുകൊണ്ട്. അതും ചോദിക്കുന്ന രീതി എങ്ങനെയാണ്? അപ്പുറത്തുള്ള ആളെ പേടിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് ബാക്കി എന്താണ് പറയാൻ വന്നതെന്നും കൂടി അങ്ങ് മറന്നു പോകും. ആ രീതിയിൽ അങ്ങ് കയറി ചോദിക്കുന്നത് ഇതൊരുമാതിരി പേടിപ്പിച്ച് തനിക്കാക്കാന്ന് പറഞ്ഞില്ല അതേമാതിരിണ്ട് സംഭവം. ഷൈൻ ടോം ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴും ഗ്രേസ് ആന്റണി സൈഡിൽ നിന്ന് പറയുന്നുണ്ട് അല്ലേ ഇങ്ങനെ പ്രതികരിക്കല്ലേ ഷൈൻ പ്ലീസ് എന്നുള്ളത്. പുള്ളിക്കാരൻ അതൊന്നും കേൾക്കാണ്ട് വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചുറ്റുമുള്ളവർക്ക് തന്റെ സ്വഭാവം കംഫർട്ടാണ് അൺകംഫർട്ടാണെന്നും പുള്ളിക്കാരൻ ചിന്തിക്കുന്നില്ല. അങ്ങോട്ട് പറയന്നെ. എന്തായാലും ഇവിടെ മെറീനയുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ പുള്ളിക്കാരൻ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോ പറയാൻ ഉദ്ദേശിച്ചും കൂടി പുള്ളിക്കാർക്ക് പറയാൻ പറ്റില്ലുണ്ടാവില്ല. എന്തായാലും ഇത്രയ്ക്കും വേണ്ടിയില്ലായിരുന്നു ഷൈൻ. ഇത് ഓവറാണെന്ന് മാത്രമല്ല പരമ ബോറാണ്. എന്തായാലും ബാക്കി കണ്ടോ. ഷൈൻ അങ്ങനെ ചെയ്യുന്നത് ആരും പറഞ്ഞില്ല. അത് പറഞ്ഞില്ല മെയിൽ ആയുധ നടക്കുന്നു പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ലേ? അതൊക്കെ മെയിലിന് എന്തിനു ഉപയോഗിക്കണം? വ്യക്തിനെ പറഞ്ഞൂടെ? വ്യക്തിനല്ലേ പറയേണ്ടത്. അപ്പൊ പിന്നെ കുറ്റം പറയാൻ പാടില്ല മെയിലുണ്ട്. ആ വ്യക്തിയോട് പേര് പറയണം. ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ? മെയിൽ പറഞ്ഞു ഞാൻ പറ്റില്ലേ? സ്ത്രീ എന്ന് പറഞ്ഞു പോയില്ലേ? ഷൈന് മെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴേലും സ്ത്രീ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറഞ്ഞോ? എന്തായാലും സഹിക്കാൻ പറ്റാണ്ടായപ്പോ മെറീന അങ്ങ് ഇന്റർവ്യൂന്ന് ഇറങ്ങി പോയില്ലേ. എന്തായാലും നന്നായിട്ടുണ്ട് ഷൈൻ, സന്തോഷമായല്ലോ. ഇത് ആദ്യമായിട്ടുള്ള ഷൈൻ ടോമിൽ നിന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് വരുന്നത് അല്ലേ. മുമ്പ് ഇതേമാതിരി മറ്റൊരു സിനിമയുടെ ഭാഗമായിട്ട് അഹാന കൃഷ്ണക്കൊപ്പം ഇന്റർവ്യൂ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് ഷൈൻ ടോമിന്റെ സ്വഭാവം എന്താണെന്നുള്ളത്. അഹാന കൃഷ്ണൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അങ്ങ് പരിഹസിക്കുക അല്ലേ, പച്ചക്കിരുന്ന് പരിഹസിക്കായിരുന്നു. അഹാനക്ക് അന്ന് ക്ഷമ ഉണ്ടായതുകൊണ്ട് ഫുള്ളും കേട്ടിരുന്നു. പക്ഷെ ഇവിടെ മെറീനക്ക് എന്താ അത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ എണീച്ചു പോയി. ഓക്കെ, ഇവിടെ ഷൈൻ ടോമിന്റെ നിലപാടിനെ നമ്മൾ മാനിക്കുന്നു. ഇവിടെ മെറീനയെ സംബന്ധിച്ചിടത്തോളം തികച്ചും പേഴ്സണലായി 2 വ്യക്തികളിൽ നിന്നുണ്ടായ അനുഭവം ആണുങ്ങൾ എന്ന രീതിയിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ് പുള്ളിക്കാരനെ ചൊടിപ്പിച്ചത് അല്ലേ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വ്യക്തികളുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ ആ വ്യക്തികളായി തന്നെ അഡ്രസ് ചെയ്യണം എന്നുള്ളതായിരുന്നു പുള്ളിക്കാരൻ അവിടെ ഉദ്ദേശിച്ചത്. അവിടെ ആണുങ്ങൾ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് അല്ലേ. ഓക്കെ ഫൈൻ. പക്ഷെ ആ നിലപാട് ഡെലിവറി ചെയ്യുന്നതിനോടും പ്രതികരിക്കുന്നതിനോടും ഒരു രീതിയില്ല, ഒരു മാന്യതയില്ല, മര്യാദയില്ല. ഇതെന്താണിത്? മറ്റൊരാളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ നിലപാട് പറയേണ്ടത്. ഐ റിപ്പീറ്റ് അഗൈൻ, ഇറ്റ്സ് റിയലി ബോറിംഗ് ഉള്ളത് പറയാലോ. എന്തായാലും ഇന്റർവ്യൂവിൽ ഇറങ്ങി പോയതിനു ശേഷം മെറീന ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു എക്സ്പ്ലനേഷൻ ഇതിന് നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കണ്ടോക്കാം.
കാരണം ഞാൻ എന്താണ് പറയാൻ വന്നത് എന്നുള്ളത് പോലും എക്നോളേജ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് മാറിയത്. കാരണം എനിക്കത് പറയുമ്പോൾ തന്നെ വളരെ അൺകംഫർട്ടബിൾ ആവാണ്. ഒന്നാമത്തെ കേസ്, ഞാൻ മൊത്തത്തിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമന്റ്സ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു, ഇവള് ഫെമിനിസ്റ്റ് ആണ്, ഇവള് വിക്ടിം കാർഡ് പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല. ഈവൻ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത്. ചില ആളുകൾ, ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു എന്നുള്ളത് പേഴ്സണലി ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ്. ഒരിക്കലും ഞാൻ അത് ഉദ്ദേശിച്ച് പറയുന്നതല്ല. എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ഇങ്ങനെയാണ് എന്നുള്ളതും ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതും ഞാൻ സ്റ്റേറ്റ് ചെയ്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു അപ്പോളജിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം രണ്ട് ആൺ വ്യക്തികളിൽ നിന്നും തനിക്കുണ്ടായ അനുഭവം, അവരുടെ പേര് പുറത്തു പറയാൻ താങ്കൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും പിന്നെ ഇതൊരു ജെൻഡർ ബയാസ്ഡ് വിഷയമായതുകൊണ്ടുമാണല്ലോ താങ്കൾ രണ്ട് മെയിൽ ആർട്ടിസ്റ്റ് എന്ന് അവിടെ അഭിസംബോധന ചെയ്തത്. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ ആണുങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നതായിട്ട് അപമാനിക്കുന്നതായിട്ട് എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ സോറി പറയേണ്ടി വന്നാണെങ്കിൽ ഞാനൊക്കെ ഒരു 500-600 സോറി പറയേണ്ടി വരും. കാരണം എത്രയോ വിഷയങ്ങളിൽ പേര് പറയാൻ പോലും താല്പര്യമില്ലാത്ത എത്രയോ വിഷയങ്ങളിൽ ഞാൻ അവൻ അല്ലെങ്കിൽ അവൾ, ആ പെണ്ണ്, ആ സ്ത്രീ എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ സോറി പറയാന്നാണെങ്കിൽ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. പിന്നെ താനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും പുള്ളിക്കാരിയോട് അപ്പോളജി ചെയ്തത്. അതെന്തായാലും നല്ലൊരു സ്വഭാവമാണ്. എന്തായാലും ബാക്കി നോക്കാം. ഇനി പറയാൻ വന്ന വിഷയം എനിക്കന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഞാനൊരു സിനിമ ചെയ്യായിരുന്നു ട്രിവാൻഡ്രത്ത്. ആ സിനിമയിൽ 2 മെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം ആസ് എ ഫീമെയിൽ എനിക്കന്ന് ഫിസിക്കലി പീരിയഡ്സ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ പീരിയഡ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈവൻ ഒരു റൂം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു നല്ല ബാത്റൂമും കൂടെ വേണം, നമ്മൾ ആഗ്രഹിക്കുമല്ലോ, വേണമല്ലോ. കാരണം ഫിസിക്കലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പം ആദ്യത്തെ ദിവസം സിനിമയിൽ വന്ന സമയത്ത് അവർ എനിക്കൊരു റൂം തന്നത്, ഒരു പ്രോപ്പർ ബാത്റൂം പോലും ഇല്ല. പക്ഷെ മെയിലായിട്ടുള്ള അവിടുത്തെ ലീഡ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള 2 പേർക്ക് അവർ ക്യാരവൻ കൊടുത്തിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാനിത് സംസാരിച്ച്, അതായത് ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ബാത്റൂം പോലും ഇല്ല ചേട്ടാ, എന്താ ചെയ്യാന്ന് അങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ വളരെ നല്ല രീതിയിൽ അവർ നല്ല മാന്യന്മാരായതുകൊണ്ട് അവർക്ക് കുറച്ച് മനസ്സലിവുള്ളതുകൊണ്ട് അവർ പറഞ്ഞു, വേണമെങ്കിൽ നീ ക്യാരവൻ യൂസ് ചെയ്തോട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പിന്നെ അത് കംഫർട്ടബിൾ ആയില്ല. കാരണം അത് അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം, അതൊരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ഞാൻ ഈ ആണുങ്ങൾക്കെതിരെ മുഴുവനല്ല സംസാരിച്ചത്. ഈ വ്യക്തികൾ എന്റെ അടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളുടെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പോലും അത് ആ സിറ്റുവേഷനിൽ നെഗറ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അതൊരു കാര്യമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരൊറ്റ ഇൻസിഡന്റ് അല്ല. ഇപ്പം വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന സെറ്റിൽ ഷൈൻ തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഞാൻ അഖിലിനെ വിളിച്ച് ചോദിച്ചു ഇവർക്ക് നല്ല ക്യാരവൻ കൊടുത്തില്ലേ. അങ്ങനെ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ, അതായത് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് നല്ലൊരു ക്യാരവൻ പ്രൊവൈഡ് ചെയ്തില്ലേ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഡൗട്ടാണ്. അതായത് അവർക്കത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ ഞാൻ ഒരു സെറ്റിൽ പോയിട്ട് ഷൈൻ ടോമിന് നല്ലൊരു ക്യാരവനാണോ കൊടുത്തതെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് നല്ലൊരു ക്യാരവനാണോ കൊടുത്തതെന്ന് ഞാൻ ചോദിക്കില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ പുള്ളിക്കാര് ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ച കാര്യം അല്ലേ. പുള്ളിക്കാര് സിനിമയിൽ സെറ്റിൽ അഭിനയിക്കാൻ പോയ സമയത്ത് പീരീഡ്സ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബാത്റൂമുള്ള ഒരു റൂം കിട്ടിയില്ല. പക്ഷെ പുള്ളിക്കാർ നോക്കുമ്പോഴും അവിടെയുള്ള 2 മെയിൽ ആർട്ടിസ്റ്റിന് നല്ല ക്യാരവനും കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഫീൽ ആവല്ലോ, അവിടെ ക്യാരവൻ കിട്ടണം എന്നല്ല പുള്ളിക്കാർ ഉദ്ദേശിച്ചത് അല്ലേ. തനിക്കൊരു ബേസിക് സൗകര്യമെങ്കിലും ചെയ്തു തരാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ പോലും ഷൈനോട് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അപ്പോഴേക്കും തുടങ്ങി തൊള്ള കയറി വെട്ടിക്കാൻ ഇനിയിപ്പോ കുറെ ന്യായീകരിച്ചു വരും. പുള്ളിക്കാരന്റെ സ്വഭാവമല്ല അത്, പുള്ളിക്കാരൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്താണെങ്കിലും ഇതൊരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമില്ല. നിലപാടൊക്കെ രണ്ടാമത്തെ കാര്യം. ആദ്യം വേണ്ടത് നല്ല സ്വഭാവമാണ്, പെരുമാറാൻ പഠിക്കലാണ്. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ അത് പഠിക്കുന്ന വേണം. മറ്റുള്ളവരുടെ മാന്യതയിലും മര്യാദയിലും പെരുമാറാൻ പറ്റാത്തവന്റെ നിലപാടിന് ഒരു വിലയില്ല. അപ്പൊ എന്താണ് ചെയ്യാൻ? ആദ്യം നിങ്ങളുടെ സ്വഭാവം നന്നാക്കണം. അത് പറയാലോ. എന്തായാലും ഇത് കഴിഞ്ഞ് പറയുന്നത് അവസാനം ചില കാര്യങ്ങളൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടു നിർത്താം. ഇതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. ഇത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് നടന്നില്ല. അപ്പൊ ഇനി ഇതിന്റെ പുറത്തൊരു ഇന്റർവ്യൂ കൊടുക്കോ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസാരം, വേറെ രീതിയിലുള്ള ഒരു സംസാരത്തിലേക്ക് ഇത് പോകണ്ട. ഞാൻ സിനിമയിലുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ച് സംസാരിച്ചു. വെച്ചാൽ കമൽ സാറിന്റെ അടുത്തൊക്കെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഷൈൻ്റെ കൂടെ ഉള്ളവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പൊ ഇതാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 8 വർഷത്തോളമായി ഇൻഡസ്ട്രിയിൽ. ഞാൻ തോൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് എന്റെ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒത്തിരി പേരുണ്ട് എന്റെ വീട്ടിൽ. അപ്പം അവർക്കൊരു നല്ല എനിക്കറിയാം, അവരിപ്പോ ഈവൻ വീഡിയോ കാണുമ്പോഴും അവർക്ക് ഞാനൊരു ഇത്രയും ഡൗൺ അവസ്ഥയിലാണ് പോകുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. എന്റെ അപ്പം മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പം
അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ കാണുമ്പോൾ അവർ വിചാരിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടിലാണ് മെന്റലി നമ്മൾ പോകുന്നത് എന്നുള്ളത്. പക്ഷെ ഇതൊരു ഭാഷയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇതൊക്കെ ഒരു ഒട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ സിനിമ മാത്രം പാഷനേറ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഗോ ത്രൂ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവട്ടെ, എന്തെങ്കിലും ഒരു നല്ല ഫേസ് ഉണ്ടാവുമ്പം അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. മേ ബി മറ്റുള്ള ആളുകളെക്കാട്ടി കൂടുതൽ ഞാനത് എൻജോയ് ചെയ്യായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു. പാവല്ലേ, ശരിക്കും ഫീൽ ആയി പോയി. നല്ലോണം കരച്ചിൽ അടക്കി പിടിച്ചിട്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അത് സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിവേ, ദിസ് ഈസ് നോട്ട് ഫെയർ ഷൈൻ. ഒരാളുടെ അനുഭവങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് മേലാണ് താങ്കൾ കൈകടത്തിയത്. ഇതിപ്പോ കാരണം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നാളെ പിന്നെ സെറ്റ് കയറി ആരെങ്കിലും മറീനെ കയറി പിടിച്ചാൽ പോലും മറീന അവിടെ മിണ്ടാതിരിക്കുന്നുള്ളതാണ്. കാരണം ഷൈനെ പോലുള്ള ആൾക്കാർ പേടിച്ചിട്ട്. ആ രീതിയിലേക്കാണ് ഷൈന ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എന്തായാലും ഷൈൻ്റെ ഈ പ്രവൃത്തിയെ ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒന്നല്ല. എന്തായാലും ഇത് കാരണം ഷൈന് സോറി പറയാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നമുക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.